ബിഗ് ബോസ് തമിഴ് അൾട്ടിമേറ്റ് സീസൺ 2 അതിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അത് പറയാനാണ് ഇപ്പോൾ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മളിവിടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിലവിലെന്താണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ 2വിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ്, സീസൺ എപ്പോൾ തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മാർച്ച് മാസം 16-നും മാർച്ച് മാസം 23-നും തുടങ്ങാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഇതാണ് കറൻറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊമോ ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടി ഇറങ്ങുമെന്നും ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റിംഗ് ആരാണ്, അത് കഴിഞ്ഞ സീസണായ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഗംഭീരമായിട്ട് ഹോസ്റ്റിംഗ് ചെയ്തതുകൊണ്ട് നമ്മുടെ വിജയ് സേതുപതി തന്നെയാണ് ഇത്തവണയും ഹോസ്റ്റിംഗ് ആയിട്ട് എടുത്തേക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഹോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു പ്രഡിക്ഷൻ പോലെ കുറച്ച് കണ്ടസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നും ഉള്ള ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അതും കൂടി നിങ്ങളടുത്ത് പറഞ്ഞുതരാം. നിലവിലിപ്പോൾ കേട്ടതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് സീസൺ 6 തൊട്ട് 8 വരെയുള്ള സീസണിലെ ആൾക്കാരെ ആയിരിക്കും മെയിനായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ 1 ആയിരുന്നെങ്കിൽ അത് സീസൺ 1 തൊട്ട് 5 വരെയുള്ള ആൾക്കാരെയാണ് ഉൾപ്പെടുത്തുന്നത് അത് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് 6 തൊട്ട് 8 വരെയുള്ള ആൾക്കാരെടുക്കാനാണ് പ്രധാനമായിട്ട് അവരുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ. പിന്നെ സീസൺ 1, 2, 3 അങ്ങനത്തെ ആ ഒരു സമയത്തുള്ള ആൾക്കാരും കൂടെ ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതിൽ നിന്ന് തന്നെ ഒരാളെ പേര് മാത്രമേ ഇപ്പോൾ നിലവിൽ കേൾക്കുന്നുള്ളൂ. അപ്പോൾ സീസൺ 8-ൽ നിന്ന് ആരൊക്കെയാണ് ഈ BB അൾട്ടിമേറ്റിലേക്ക് വരാൻ വേണ്ടി ചാൻസ് അല്ലെങ്കിൽ കേൾക്കുന്ന പേരിൽ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റാണവ്, പിന്നെ റയാൻ, മഞ്ചരി, ജാക്ലിൻ ആൻഡ് സൗന്ദര്യ, ഇവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഇതിൽ വരാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ കേട്ട പേര് സീസൺ നമ്മുടെ 7 എന്നുള്ള പേരാണ്. അതിൽ നിന്ന് 3 പേരുടെ പേരാണ് കിട്ടിയിരിക്കുന്നത്. വിഷ്ണു, പൂർണിമ, മായ, ഇവരുടെ 3 പേരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ 3 പേരും വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലുണ്ട്. പിന്നെ അമുതവാണൻ്റെ പേരും ശിവൻ ഗണേഷിൻ്റെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവർ വരാനുള്ള ചാൻസും ഒരുപാട് കൂടുതലാണ്. പിന്നെ എല്ലാവരും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തൊരു പേരാണ് ഓവിയയുടെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഓവിയ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണുള്ള കുറേ പ്രഡിഷൻസും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ചലഞ്ചർ എന്ന നിലയ്ക്ക് എല്ലാവരും പൊതുവെ പറഞ്ഞ അസീമിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഷോ കുറച്ച് ഗംഭീരമാകുമെന്ന് ചില ടോക്ക് അങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ സീസൺ 6-ൻ്റെ ഒരു റണ്ണറപ്പായ വിക്രമൻ്റെ പേരും ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരും കാര്യങ്ങളൊക്കെയാണ് പ്രഡിഷൻ എന്ന ലെവലിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ സീസണിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യും. ഈ BB അൾട്ടിമേറ്റ് തമിഴ് സീസൺ 2 വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേം ആയേക്കാണ്. മാർച്ച് 23-നോ മാർച്ച് 16-നോ തുടങ്ങാനുള്ള ചാൻസാണ് കിട്ടുന്നത്. ഒരു രീതിക്കൊന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മാർച്ച് 23-ന് ആവാനാണ് ചാൻസ് ഒരുപാട് കൂടുതൽ. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ആ ഒരു ഡേറ്റിലായിരിക്കും വരാനുള്ള ചാൻസ് കാണുന്നത്. അപ്പോൾ BB അൾട്ടിമേറ്റ് തമിഴ് സീസൺ 2വിനെ പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മുടെ ഒരു പ്രഡിഷനും കാര്യങ്ങളും നമ്മുടെ ഒരു നിഗമനങ്ങൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത് എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും കൺഫേമായി പറയുന്നില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നു ഓഗസ്റ്റ് മാസമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കവിടെ നിൽക്കാം. BB മലയാളത്തിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഈ സമയത്തൊക്കെ ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വരേണ്ടതായിരുന്നു. ഫസ്റ്റ് ലോഗോയെങ്കിലും ഇറങ്ങേണ്ട ഒരു ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ആ ഒരു കാര്യം വെച്ച് ഇനി ഒട്ടും ഒരു കാര്യത്തിൻ്റെ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വേണ്ട. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് BB അൾട്ടിമേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ BB മലയാളത്തിൻ്റെ ആ ഒരു ടൈമിൽ BB അൾട്ടിമേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് മാത്രമേ നമ്മളെ കയ്യിലുള്ള മലയാളം ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊന്നും എവിടെയും ഒരു കൺഫർമേഷൻ ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. നമ്മളിവിടെ ഒരുപാട് ചാൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അതെല്ലാം നമുക്ക് മിസ്സാകുന്ന കണക്കാണ് കാര്യങ്ങളൊക്കെ വന്നത്. ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഇത്തവണ BB മലയാളത്തിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് BB അൾട്ടിമേറ്റ് തമിഴ് പ്രതീക്ഷിക്കാം. പിന്നെ പ്രധാനമായിട്ട് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BB അൾട്ടിമേറ്റ് അത് 80 ദിവസത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. സാധാരണ 7 ദിവസമാണ് ഈ ഷോയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതൊരു 80 ദിവസമായിട്ട് ഇങ്ങനെ മാറിയൊക്കെയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്തവണ 80 ദിവസത്തെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 16 കണ്ടസ്റ്റൻസ് വരുന്നതാണ് ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അതിൽ ചുരുക്കം ചില പ്രഡിഷൻ ലിസ്റ്റ് മാത്രമേ നമുക്ക് കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിനി എന്ത് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഏകദേശം നമ്മുടെ വിജയ് സേതുപതിയാണ് ഹോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് ഇപ്പം അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 16-നോ മാർച്ച് 23-നോ ഈ ഷോ പ്രതീക്ഷിക്കാം. ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് BB അൾട്ടിമേറ്റ്
തമിഴ് നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. ആ ഒരു കാര്യമാണ് ചിത്രമുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി ചാനലിൻ്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ചാനൽ പുറത്തു വിടട്ടെ, അത് വരുമ്പോൾ നമുക്കിവിടെ സംസാരിക്കാം. റിവ്യൂ ആയിട്ട് ഞാനും കാണും കൂടെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിനി BB അൾട്ടിമേറ്റാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ BB മലയാളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ചാനലിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണോ അത് നമ്മൾ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മളെ പ്രഡിക്ഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ തെറ്റി. അതൊന്നും ഒരു കാര്യമായിരുന്നില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം തെറ്റി നമുക്കങ്ങനെ ഇരിക്കുകയാണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിനി ചാനലോ എൻ്റെ മോൾ ഷൈനോ മറ്റ് ആരെങ്കിലും ബന്ധപ്പെട്ട സ്റ്റാറിൻ്റെയോ ഒക്കെ ഒരു അപ്ഡേറ്റ് തരുന്ന അത് തരട്ടെ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. സോ ഇതാണ് ബിഗ് ബോസ് തമിഴ് അൾട്ടിമേറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ BB അൾട്ടിമേറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇനി ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി എന്നെ ഫോളോ അപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. ജെനുവിൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉണ്ടാവും. ബിഗ് ബോസിൻ്റെ കിട്ടുന്ന ജെനുവിൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ പറയാൻ വേണ്ടി പോകുന്ന. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ പിന്നെ വീഡിയോ ഷെയർ ചെയ്യാം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇനി എന്തെങ്കിലും ബിഗ് ബോസ് മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ ബിഗ് ബോസ് അൾട്ടിമേറ്റിൻ്റെയോ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും വന്നിടിനെ അതിന് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മറ്റ് വീഡിയോ നിൽക്കുന്നത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.